Good afternoon. Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. ഇന്ന് ജിഷ മിസ് ഇല്ല. Yeah, sleep ആണ്. Yes. ഭക്ഷണം കഴിഞ്ഞോ? Good afternoon, Miss. Good afternoon. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? കഴിച്ചു Miss. മിസ് കഴിച്ചോ? ആ കഴിച്ചോ? ഒരുപാട് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ. Yes. Prayer. മിസ്സേ ഞാനാ. Prayer. പഠിക്കും. Okay. Help me, Lord, in the day I am in. Help me now and at all times. I wish to teach, I wish to preach, and make my students the best of all. Give us a heart to be kind and gentle. Give us the mind that always can love. Give us, Lord, the fire to refine. Give us, Lord, the water to cleanse. Let our minds and hearts always be the greatest treasure that abides in thee. Thank you, Miss.
Okay, thank you, Viva. Quote of the day. Quote of the day. Divya. Good afternoon. Afternoon. The child gave us a beautiful lesson that in order to form and maintain our intelligence, we must use our hands. മറിയ മോണ്ടിസോറി. മറിയ മോണ്ടിസോറിയുടെ ഈ വാക്കുകൾ പറയുന്നത് കുട്ടി നമുക്ക് മനോഹരമായ ഒരു പാഠം നൽകുന്നു. നമ്മുടെ ബുദ്ധിശക്തി രൂപപ്പെടുത്തുന്നതിനും നിലനിർത്തുന്നതിനും നാം നമ്മുടെ കൈകൾ ഉപയോഗിക്കണമെന്നുള്ള പാഠമാണ് കുട്ടികൾ നമുക്ക് നൽകുന്നത്. താങ്ക് യു. Okay. Signing. Good afternoon, Miss and my dear friends. Hope you all are fine. Let's start our class with a rhyme about traffic lights. Clear ano? Clear. Red light, what do you say? I say stop, stop right away. Yellow light, what do you say? I say wait, wait right away. Green light, what do you say? I say go, go right away. Thank you. Okay, very good. Thank you. നന്നായിട്ടുണ്ട് നവ്യ. Thank you, Miss. Okay. Good afternoon to all. കുറച്ച് പേരുള്ളതാണ് ക്ലാസ്സില്. ജിഷാമിസ് അല്ലാന്ന് കണ്ടപ്പോ പോയി കളഞ്ഞാണോ? ഹലോ. അല്ല മിസ്, ഞാൻ ഇപ്പൊ കൊറേ നാളായി ലൈവ് കയറിയിട്ട്. ഞാൻ ഇന്ന് കയറി. അറിയാതെ കയറിയതാണല്ലേ? അറിയാതെ കയറിയതല്ല, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിട്ട് കയറിയതാണ്. നമ്മള് സൈക്കോളജി ചാപ്റ്റർ എടുത്തപ്പോ ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി ഞാൻ പറഞ്ഞു തന്നിരുന്നോ നോട്ടില്? നോക്കുന്നുണ്ടാരെങ്കിലും? ബ്രാഞ്ചസ് സെപ്പറേറ്റഡ് ആയിട്ട് പറഞ്ഞു തന്നിരുന്നോ, അല്ലെങ്കിൽ അതിന്റെ ഡെഫിനിഷൻസ് ഒക്കെ പറഞ്ഞു തന്നിരുന്നോ? ചിലു ഓർമ്മയുണ്ടോ? എന്താ മിസ്റ്റർ എനിക്ക് നെറ്റ് ക്ലിയർ ഇല്ല, ഇടയ്ക്ക് ക്ലിയർ ആയില്ല? ഇല്ല, ക്ലിയർ ആയില്ല. എന്താ പറഞ്ഞത്? സൈക്കോളജി ബ്രാഞ്ചസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നോ നോട്ട് തന്നപ്പോ? സൈക്കോളജി ഡെഫിനിഷൻ തന്നിട്ടില്ല. ഇല്ല മിസ്സേ, മാം പറഞ്ഞിട്ടില്ല. ഇല്ല ഇല്ല പറഞ്ഞിട്ടില്ല മിസ്സേ. ഓക്കെ, പെട്ടെന്ന് ഒരു നോട്ട്ബുക്ക് ഒന്ന് എടുത്തേ. നമ്മളിന്ന് എടുക്കുന്നത് അങ്ങനെ സൈക്കോളജി എടുത്ത് പോയപ്പോ നോട്ട്സും തരാൻ വിട്ടു പോയത് പറഞ്ഞു തന്നിട്ടില്ല. ജസ്റ്റ് പറഞ്ഞു പോയി ബ്രാഞ്ചസ് ഇന്നതൊക്കെയാണെന്ന് പറഞ്ഞു പോയുള്ളൂ.
പക്ഷെ എന്താണെന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, യെസ്. നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിഫറെന്റ് ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി ആണ് കേട്ടോ. 6th ചാപ്റ്ററിലെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, യെസ്. ഇനിയിപ്പോ ഇൻ കേസ് ക്വസ്റ്റ്യൻ എങ്ങാനും വന്നാലും നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവൂലേ കിട്ടിയില്ലെങ്കിൽ? യെസ്. അപ്പൊ നോട്ട് ചെയ്യുക, ഡിഫറെന്റ് ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി എന്ന ഹെഡിങ് കൊടുക്കുക കേട്ടോ. ഡിഫറെന്റ് ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി. കേൾക്കുന്നില്ല എല്ലാവരും? പ്ലീസ് റെസ്പോണ്ട്. കേൾക്കുന്നുണ്ട് മിസ്സേ. യെസ്. ഹെഡിങ് കൊടുത്തോ? ഫസ്റ്റ് പ്യുവർ സൈക്കോളജി ആണ് അപ്ലൈഡ് സൈക്കോളജി. പ്യുവർ സൈക്കോളജി, ആദ്യം പ്യുവർ സൈക്കോളജി എന്ന് എഴുതാം. പ്യുവർ, PURE, പ്യുവർ സൈക്കോളജി. ഇത് നമ്മുടെ 6th ചാപ്റ്ററിലെ കുറച്ച് ഭാഗങ്ങളാണ്. സൈക്കോളജി എന്ന് പറയുന്ന ഭാഗത്ത് നമ്മള് അത് തരാറിട്ട് പോയതാ. ഓക്കെ, പ്യുവർ സൈക്കോളജി അഥവാ കേവല മനഃശാസ്ത്രം. Then applied psychology. Applied psychology. Yes, chapter 6. ഇപ്പൊ പെട്ടെന്ന് കയറിയ ക്ലാസ് അല്ലേ? ചാൻസ് ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കയറിയത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് നോട്ട് തരാമെന്ന് ഓർത്താണ് കേട്ടോ. യെസ്. അപ്പൊ എന്താണ് പ്യുവർ സൈക്കോളജി? വാട്ട് ഈസ് പ്യുവർ സൈക്കോളജി? മാം നെക്സ്റ്റ് വന്നത് അപ്ലൈഡ് സൈക്കോളജിയോ? Applied, APPLIED, applied psychology. മിസ്സേ പാർട്ട് 2 യൂണിറ്റ് 6 ആണോ? അതെ, പാർട്ട് 2. സൈക്കോളജി എന്നൊരു ചാപ്റ്റർ ഉണ്ട്. ഇൻകേസ് എനിക്ക് ക്വസ്റ്റ്യൻ ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് അത് പഠിപ്പിച്ചില്ലെങ്കിൽ പാടായി പോകുമോ നോക്കാണ് കേട്ടോ. യെസ്. എന്താണ് പ്യുവർ സൈക്കോളജി എന്ന് നോട്ട് ചെയ്തിട്ട് ഞങ്ങൾ പറഞ്ഞുതരാം അല്ലെ. ഇറ്റ് ഫോർമുലേറ്റ്സ്, ഇച്ചിരി സ്പീഡിൽ എഴുതണം കേട്ടോ. ഇറ്റ് ഫോർമുലേറ്റ്സ്, ഇറ്റ് ഫോർമുലേറ്റ്സ്, FORMULATES, it formulates principle, theories, and techniques, for the study of human behavior. For the study of human behavior. For the study of human behavior. It formulates principles, theories, and techniques for the study of human behavior. നമ്മൾ എഴുതിയത് എന്താണ് പ്യുവർ സൈക്കോളജി എന്നാണ്. എഴുതിയോ എല്ലാവരും? മിസ്സേ ഡിഫറെന്റ് ടൈപ്സ് ആണോ ഡിഫറെന്റ് ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി എന്നാണോ ഹെഡിങ്? ബ്രാഞ്ചസ് ആണ് പറഞ്ഞത് കേട്ടോ. ബ്രാഞ്ചസ് ആണ് പറഞ്ഞത്. ഓക്കെ മിസ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് 2 കാറ്റഗറിയാണ് വരുന്നത്. ഒന്ന് പ്യുവർ സൈക്കോളജി, സെക്കൻഡ് ആണ് എന്താണ് അപ്ലൈഡ് സൈക്കോളജി ആണ് അല്ലെ. അപ്പൊ പ്യുവർ സൈക്കോളജി എന്ന് പറയുന്നത് എന്താണ്, എന്തിനെ കുറിച്ചിട്ടുള്ളതാണ്? അവിടെയാണ് നമ്മുടെ ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചിട്ടുള്ള പ്രിൻസിപ്പിൾസുകള്, തിയറീസുകള്, ടെക്നിക്സുകള് എന്നിവയെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വരുന്നതാണ് എന്ത് പ്യുവർ സൈക്കോളജിയിൽ വരുന്നത്. ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചിട്ടുള്ള പഠനങ്ങള്, തിയറീസ്, പ്രിൻസിപ്പിൾസുകള്, തത്വങ്ങള്, വിവിധ തരത്തിലുള്ള ടെക്നിക്സ് ആൻഡ് മെത്തേഡ്സ് എന്നിവയാണ് എന്തിൽ ഉൾക്കൊള്ളുന്നത്? പ്യുവർ സൈക്കോളജിയിൽ ഉൾപ്പെടുന്നത്. മനസ്സിലായോ? എന്തൊക്കെയാണ് പ്യുവർ സൈക്കോളജിയിൽ ഉൾപ്പെടുന്നത്? എന്തൊക്കെയാണ്?
Human behavior. Human Technical techniques, principles, theories. തിയറീസ്. ഇനി മിസ് അത് ഒന്നുകൂടെ പറയോ? എന്താണ് എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്? ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഞാൻ പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാ ട്ടാ. It formulates principles, theories and techniques for the study of human behavior. Okay? For pure psychology അഥവാ കേവല മനഃശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ് അതിൽ ഉൾക്കൊള്ളുന്നത്? മനുഷ്യന്റെ ബിഹേവിയറിനെ കുറിച്ചുള്ള തിയറികള് അല്ലെ, തിയറീസ്, പ്രിൻസിപ്പിൾസ്, തത്വങ്ങള്, പിന്നെന്താണ് ടെക്നിക്സ്, മെത്തേഡ്സ് എന്നിവയാണ് എന്തിൽ ഉൾക്കൊള്ളുന്നത്? പ്യുവർ സൈക്കോളജി അഥവാ കേവല മനഃശാസ്ത്രത്തിൽ ഉൾക്കൊള്ളുന്നത്. ഓക്കെ, മനസ്സിലായോ? Okay, miss. യെസ്. അപ്പൊ ഇനി അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അപ്പൊ അപ്ലൈഡ് സൈക്കോളജി അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻസിലാണ്. യെസ്, അപ്ലൈ ചെയ്യാൻ നമ്മൾ അത് ഉപയോഗപ്പെടുത്തുകയാണ്. അപ്പൊ അതെങ്ങനെ കണക്ട് ചെയ്ത് പറയാൻ പറ്റും നമുക്ക്? അതായത് നമ്മളുടെ പ്യുവർ സൈക്കോളജി Principles നമ്മളുടെ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് സൈക്കോളജി. അപ്ലൈഡ് സൈക്കോളജിയിലെ ഭാഗങ്ങളിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്നത്. അതാണ് അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ ഒന്ന് നോട്ട് ചെയ്തോളൂ. എന്താണ്? The generated, the THE, generated, 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 the generated, there are applied to, solve the problems, in real life situations, in real life situations. The generator, sorry, ഒരു മിസ്റ്റേക്ക് വന്നേ. The generated theories ആണ് കേട്ടോ. The generated theories, തത്വങ്ങൾ. The generated theories വേറെ നാട്ടിൽ പറഞ്ഞു തോന്നണം അല്ലേ? മിസ് ആദ്യം ഇറ്റാണോ ബി ആണോ? എന്താണോ കൃപ? ആദ്യം ഇറ്റ് ജനറേറ്റഡ് ആണോ ദി ജനറേറ്റഡ് ആണോ? The generated theories are, അങ്ങനെ എടുക്കാം. The generated theories are theories. The generated theories are applied to, generated theories are applied to solve problems in real life situations. Solve problems in real life situations. എന്താണ് വായിച്ചു നോക്കിയിട്ട് മനസ്സിലാവുന്നത്? എന്താണ് അപ്ലൈഡ് സൈക്കോളജി? അപ്പോ അതായത് നമ്മളുടെ പ്യുവർ സൈക്കോളജിയിലെ ടെക്നിക്സ്, മെത്തേഡ്സ്, പ്രിൻസിപ്പിൾസ് ഒക്കെ, തിയറീസ് ഒക്കെ നമ്മൾ എന്താണ് വ്യത്യസ്ത ഉപാധികളാണ് അല്ലെ? അത്രയും കാര്യങ്ങൾ നമ്മൾ റിയൽ ലൈഫ് സിറ്റുവേഷൻ, അതായത് നിത്യജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ അപ്ലൈഡ് സൈക്കോളജി കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. അതായത് നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്ന പരിഹാരങ്ങൾക്കുള്ള മെത്തേഡ്സ് എവിടെ നിന്നാണ് നമ്മൾ സ്വീകരിക്കുന്നത്? എവിടെ നിന്നാണ് സ്വീകരിക്കുന്നത്? പ്യുവർ സൈക്കോളജിയിലെ മെത്തേഡ്സിൽ നിന്നും ടെക്നിക്സിൽ നിന്നാണ് അപ്ലൈഡ് സൈക്കോളജി, അതായത് നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന ഹ്യൂമൻ ബിഹേവിയേഴ്സിലെ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യുന്നത് പ്യുവർ സൈക്കോളജിയിലെ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ മിസ്. ഓക്കെ, യെസ്. ഇനി നമ്മൾ
ഇവിടെ വേർഡ് സൈക്കോളജി നമ്മൾ പറഞ്ഞു, എന്റെ ഫാദർ എന്ന് പറയുന്നത് വില്യം വുണ്ടർട്ട് ആണ്, നമുക്കറിയാം അല്ലെ, പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? ഫാദർ ഓഫ് സൈക്കോളജി എന്ന് പറയുന്ന ആരായിരുന്നു? വില്യം വുണ്ടർട്ട് ആണ്. ഇനി നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് സൈക്കോളജി വേർഡ് ആദ്യമായിട്ട് യൂസ് ചെയ്ത സൈക്കോളജിസ്റ്റ് ഉണ്ട്, ആദ്യമായിട്ട് യൂസ് ചെയ്തത്. ഓക്കെ, അതായിരിക്കും ദ വേർഡ് സൈക്കോളജി വാസ് ഫസ്റ്റ് യൂസ്ഡ് ബൈ റഡോൾഫ് കോക്കൽ. റഡോൾഫ് കോക്കൽ 1950 1950 ശ്രദ്ധിക്കട്ടോ, ശ്രദ്ധിക്കണേ, 1950 സൈക്കോളജി എന്ന പദം ആദ്യമായിട്ട് യൂസ് ചെയ്തത്. ആരാണ്? റഡോൾഫ് കോക്കൽ എന്നൊരു ജർമ്മൻ സൈക്കോളജിസ്റ്റ് അല്ല, സോറി, ഫിലോസഫർ ആണ് കേട്ടോ. ജർമ്മൻ ഫിലോസഫർ ആയ റഡോൾഫ് കോക്കൽ ആണ് 1950 സൈക്കോളജി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. നോട്ട് ചെയ്തോളൂ. സൈക്കോളജി, the word psychology was first used by Rudolf, R-U-D-O-L-F, Rudolf, R-U-D-O-L-F, Rudolf, R-U-D-O-L-F, റുഡോൾഫ് ആണോ? Rudolf, പ്രൊണൗൺസ് ചെയ്യാൻ റുഡോൾഫ് അല്ലേ? Rudolf Kokel, G-O-C-K-E-L, G-O-C-K-E-L. Rudolf Kokel, G-O-C-K-E-L, in 1950. Yes, ആ പേര് നോട്ട് വെച്ചേക്കട്ടോ. ടീച്ചർ 1950 അതോ 1590 1950, 1950. നോട്ട് ചെയ്തു എല്ലാവരും? യെസ് മിസ്. ഇനി നമ്മൾ നോക്കുന്നത് ഡിഫറെന്റ് ബ്രാഞ്ചസില് ഫസ്റ്റ് നമ്മള് പ്യുവർ സൈക്കോളജി ഏതൊക്കെ കാറ്റഗറീസ് ആണ് വരുന്നത്, പ്യുവർ സൈക്കോളജിയില് ഏതൊക്കെ കാറ്റഗറീസ് ആണ്, അപ്ലൈഡിൽ ഏതൊക്കെ കാറ്റഗറി സൈക്കോളജീസ് ആണ് വരുന്നത് നോക്കാം. അപ്പൊ ആദ്യം പ്യുവർ സൈക്കോളജി ഹെഡിങ് കൊടുക്കട്ടോ. പ്യുവർ സൈക്കോളജി, പ്യുവർ സൈക്കോളജി നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? മനുഷ്യ മനസ്സിനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് പ്യുവർ സൈക്കോളജി തിയറീസ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതിഥ്യ നമുക്ക് തന്ന നോട്ടിൽ 1950 കേട്ടോ, അതാണ് ടീച്ചർ അങ്ങനെ പറഞ്ഞു തന്നത്. പക്ഷെ ആദ്യത്തെ ജനനവും മരണവും നോക്കുമ്പോ അത് ശരിയാവില്ലല്ലോ. അതാ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ സൈക്കോളജി 1950, സോറി ശരിയാണ് ദിവ്യ, 1590 സൈക്കോളജി 1590 ആണ് കേട്ടോ, 1950 അല്ല, എന്റെ മിസ്റ്റേക്ക് ആണ്. ഓക്കെ, എല്ലാവരും തിരുത്തണേ, 1590 എന്നാണ് കേട്ടോ ഇയർ, 1890-കളിലാണ്. അപ്പൊ തന്നെ ഗൂഗിളിൽ പോയി നോക്കിയോ? പഴക്കം ചെന്ന ഒരാളാണ് തോന്നിയതുകൊണ്ട് നോക്കിയതാ. യെസ്. പ്യുവർ സൈക്കോളജി 1590 1590 മെസ്സേജിൽ കിടപ്പുണ്ട്, കമന്റ്സിൽ നോക്കിയാൽ മതി കേട്ടോ.
ഇനി പ്യുവർ സൈക്കോളജി എന്താണ്? പ്യുവർ സൈക്കോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ തിയറീസുകളാണ്, വിവിധ തരത്തിലുള്ള ടെക്നിക്സുകളാണ്. എന്തിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ്? മനുഷ്യ മനസ്സിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ, ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പ്യുവർ സൈക്കോളജിയിൽ അത്തരം തിയറീസുകൾ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. ഓക്കെ, ഇനി പ്യുവർ സൈക്കോളജിയിൽ ഏതൊക്കെയാണ് വരുന്നത്? പ്യുവർ സൈക്കോളജിയിൽ ഏതൊക്കെ ബ്രാഞ്ചസ് വരും അറിയാമോ? പ്യുവർ സൈക്കോളജിയിൽ നോട്ട് ചെയ്തോളൂ. ഫസ്റ്റ് ജനറൽ സൈക്കോളജി, ജനറൽ സൈക്കോളജി, ജനറൽ സൈക്കോളജി. സാമാന്യ മനഃശാസ്ത്രം എന്ന് പറയും, അതിന്റെ മലയാളത്തിലുള്ള കേട്ടോ. ജനറൽ സൈക്കോളജി, സാമാന്യ മനഃശാസ്ത്രം. ജനറൽ സൈക്കോളജി, സാമാന്യ മനഃശാസ്ത്രം. അതായത് ഒരു വ്യക്തിയുടെ വികാസത്തെ കുറിച്ചിട്ടുള്ള പഠനങ്ങളാണ് എന്തിൽ ഉൾപ്പെടുന്നത്? അതൊന്നും അറിയണ്ട, നിങ്ങൾ ജസ്റ്റ് പറയുന്നത് കേട്ടോ, പേരുകൾ മാത്രം പിടിച്ചു വെച്ചാൽ മതി. ജനറൽ സൈക്കോളജി പറയുമ്പോൾ സ്റ്റഡി ഓഫ് ബിഹേവിയർ ഓഫ് എ നോർമൽ അഡൽട്ട് ഹ്യൂമൻ ബീയിനെ കുറിച്ചിട്ടുള്ള പഠനമാണ്. ഇത് മൊത്തത്തിലുള്ള ഒരു പഠനമാണ് എന്താ ജനറൽ സൈക്കോളജിയിൽ ഉൾപ്പെടുന്നത്. നെക്സ്റ്റ് ഫിസിയോളജിക്കൽ സൈക്കോളജി, ഫിസിയോളജിക്കൽ സൈക്കോളജി, ശാരീരിക മനഃശാസ്ത്രം. ഫിസിയോളജിക്കൽ സൈക്കോളജി, ശാരീരിക മനഃശാസ്ത്രം. ഫിസിയോളജിക്കൽ. ബയോളജിക്കൽ ബേസിസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും എന്തിൽ പഠിക്കുന്നത്? ഫിസിയോളജിക്കൽ സൈക്കോളജിയിൽ പഠിക്കുന്നത് അല്ലെ. ശാരീരിക മനഃശാസ്ത്രത്തിൽ നമ്മൾ എന്തായിരിക്കും? ഡീൽസ് വിത്ത് ദ ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ. ഓക്കെ, then third one developmental psychology, developmental psychology. വികാസ മനഃശാസ്ത്രം അല്ലെങ്കിൽ വികസന മനഃശാസ്ത്രം എന്നൊക്കെ പറയുന്നത്. developmental psychology, developmental psychology. Then fourth one child psychology, child psychology. ശിശു മനഃശാസ്ത്രം, child psychology, ശിശു മനഃശാസ്ത്രം. ഓക്കെ, അവിടെ വരെ എഴുതിയോ? ചൈൽഡ് സൈക്കോളജി വരെ എഴുതിയോ? എഴുതി മിസ്. Then abnormal psychology, abnormal psychology, abnormal. അപസാമാന്യ മനഃശാസ്ത്രം എന്ന് നമ്മൾ പറയും. അപസാമാന്യ മനഃശാസ്ത്രം, അബ്നോർമൽ അല്ലെ. അബ്നോർമൽ സൈക്കോളജി, അപസാമാന്യ മനഃശാസ്ത്രം. Then social psychology, social psychology, സാമൂഹ്യ മനഃശാസ്ത്രം. social psychology, സാമൂഹ്യ മനഃശാസ്ത്രം. എഴുതിയോ? Yes, miss. പാരാസൈക്കോളജി, പാരാസൈക്കോളജി. എന്താണ് പാരാസൈക്കോളജി? ഇതിനെ കുറിച്ചുള്ള പഠനമാണ് പാരാസൈക്കോളജി. അറിയാമോ പാരാസൈക്കോളജി? അറിയില്ല. ഈ കൺകട്ട് വിദ്യ ആരത്? കൺകട്ട് വിദ്യനെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണോ? ഒക്കെ പറ്റിയാണോ? കാര്യങ്ങൾ അല്ലേ?
അമാനുഷികമായിട്ട് നമുക്ക് കുറെ തോന്നലുകള്, സങ്കല്പങ്ങള്. ഇപ്പൊ നമ്മൾക്ക് ഉദാഹരണം പറയാം, ആരാണ്? നാഗവല്ലി അല്ലെ? നാഗവല്ലി. അതാരാണ്? റീബർത്ത്, ടെലിപ്പതി അങ്ങനത്തെ ഒക്കെ അല്ലേ? ഡ്യുവൽ പേഴ്സണാലിറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതിയിട്ടില്ലേ? അത് മനസ്സിന്റെ ഒരു സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ? മനസ്സാണ് ഇതെല്ലാം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിച്ചെടുക്കുന്നത്. ഇപ്പൊ നാഗവല്ലി എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം, ആ ഒരു കഥാപാത്രത്തെ കുറിച്ച് ഇപ്പൊ ഗംഗയാണ് അല്ലെ ചേച്ചിയെടുത്തത്. ഗംഗ നാഗവല്ലിയെ കുറിച്ച് അറിയുന്ന സമയത്ത് അവരിലോട് ഇൻസ്പിറേഷൻ തോന്നിയിട്ട് അവർക്ക് എന്താ, അവരുടെ അതേ സ്വഭാവങ്ങളിൽ അവരുടെ അതേ നേച്ചർ എന്താണ് കാണിക്കുന്നത്, ഗംഗ അത് കവർന്നെടുക്കണം, ഒബ്സർവ് ചെയ്തെടുക്കുകയാണ് അല്ലെ? അതാണ് ആ സിനിമയിൽ കാണിക്കുന്നത്. അവിടെ ഒരു പ്രേതോ ഭൂതോ ഒന്നും അല്ല കാണിക്കുന്നത്, ആ ഒബ്സർവേഷൻ ആണ് കാണിക്കുന്നത്. അതാണ് ശരിക്കും സൈക്കോളജി, പാരാസൈക്കോളജി എന്ന് പറയുന്നത് തന്നെ. അപ്പൊ ആ ക്യാരക്ടർ അതേപോലെ തന്നെ ക്യാച്ച് ചെയ്തിട്ട് അയാളുടെ സ്വഭാവത്തിലൂടെ അഭിനയിച്ച് കാണിക്കുകയാണ് ആര്? ഗംഗ എന്ന കഥാപാത്രം സ്വന്തമായിട്ട് നാഗവല്ലിയായിട്ട് മാറുന്ന സിറ്റുവേഷൻ ആണ് നമ്മൾ കാണുന്നത്. സിനിമ കണ്ടിട്ടുള്ളല്ലേ നിങ്ങള്? കണ്ടിട്ടുണ്ട് മിസ്. കണ്ടിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ അതില് നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട് അത് ഡ്യുവൽ പേഴ്സണാലിറ്റി ആണെന്ന് പറയും. പലരും ചെറിയൊരു കുട്ടി വലിയ ആളുടെ പോലെ സംസാരിക്കുന്നു, സംസ്കൃത ശ്ലോകങ്ങൾ ചൊല്ലുന്നു, അതേപോലത്തെ ആ സിനിമയിൽ കുറെ കാര്യങ്ങൾ തന്നെ പറയുന്നത് സൈക്കോളജി ആണ് കംപ്ലീറ്റ്ലി. അതായത് ശരിക്കും പറഞ്ഞാൽ പ്രേതഭൂത പിശാചികളൊന്നും ഇല്ലെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. സൈക്കോളജി ഒരിക്കലും വിശ്വസിക്കുന്നില്ല അങ്ങനെ ഉണ്ടെന്നുള്ളത്. മറ്റൊരു ശക്തി, അമാനുഷികമായിട്ടുള്ള ശക്തികൾ എവിടെയുണ്ട്, ഭൂമിയിൽ എന്തോ ഒരു ശക്തി ഉണ്ട്, അതാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ ഈ പ്രേതം, നിങ്ങൾ അതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? പ്രേതത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, വിശ്വസിക്കുന്നില്ല. പക്ഷെ പ്രേതവും വിശ്വസിക്കുന്നില്ല. ഇപ്പൊ ഞാൻ പറയാണ്, ആകാശഗംഗ സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളുടെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കുന്ന ഒരു പ്രേതം എന്ന കഥാപാത്രം ആകാശഗംഗയിലെ ഗംഗ തന്നെയാണ് അല്ലെ? അതെ, എനിക്കതാണ്. മിക്കവർക്കും ആ ഒരു സമയത്ത് നമ്മുടെ മനസ്സിൽ ഉറച്ച കാര്യമാണ്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞു കേട്ടു വിട്ടുട്ടോ. ഇതിപ്പോ നമ്മുടെ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ ഇത് വിടും. പക്ഷെ ഈ ആകാശഗംഗയെ കുറിച്ച് പറഞ്ഞത്, ആ പുതുമഴയായ പാട്ടില് ആരിങ്ങനെ നടന്നു വരുന്നത്, പിന്നെ കൊട്ടാരത്തിന് ചുറ്റും നടക്കുന്നത്, ലാസ്റ്റേക്കുള്ള സീൻ നമുക്ക് വളരെ പേടിയാണ് ആ ഒരു സമയത്ത്. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ കേട്ടു, പിന്നെ ആ ടീച്ചർ പറഞ്ഞത് കേട്ടു, നിങ്ങൾ ജസ്റ്റ് കേട്ടതല്ല, പേടിയൊന്നുമില്ല. പൂച്ചന്റെ കരച്ചിലൊക്കെ കേട്ടാല് ഭയങ്കര പേടിയാണ്. ജാസ്മിൻ എന്താ പറഞ്ഞേ? അല്ല, അപ്പൊ മാത്രല്ല ഇപ്പോഴും അതൊക്കെ പേടിയാണെന്ന് പറയാം. ഓക്കെ, ഞാൻ പറയേ, നമ്മൾ എന്താണ് പാരാസൈക്കോളജി പറയുന്നതാണ്, അതിലേക്ക് വരുന്നതാണ്. നിങ്ങൾ ഈ കാര്യം കേട്ടു, ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം കൊടുത്തപ്പോ നിങ്ങൾക്ക് ആകാശഗംഗയുടെ മനസ്സിൽ വന്നിട്ടുണ്ടോ അല്ലെ? എല്ലാവരും മനസ്സിൽ ഇപ്പൊ ആ പെണ്ണ് വന്നിട്ടുണ്ടോ? ഉണ്ട്, ഉണ്ട്. നിങ്ങൾ ഇപ്പൊ കുറച്ച് നിങ്ങൾ വിടോട്ടാ. പക്ഷെ നിങ്ങളുടെ അൺകോൺഷ്യസ് മൈൻഡിൽ സാധനം പോയിട്ടുണ്ടാവില്ല. ഇപ്പൊ കോൺഷ്യസ് മൈൻഡിൽ ഇത് വളരെ ലാഘവത്തോടെ കേട്ടിരിക്കുകയാണ് നിങ്ങൾ. രാത്രിയാവുന്നത് അൺകോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ വരും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? നമ്മൾ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യം അൺകോൺഷ്യസ് മൈൻഡിൽ കുറെ നേരം തങ്ങി നിൽക്കുക. അതാണ് നമ്മുടെ ഓർമ്മയുടെ ഒക്കെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ പോവില്ല. അതങ്ങനെ നമ്മൾ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ, ആക്സിഡന്റ് ആയിക്കോട്ടെ, മരണങ്ങളായിക്കോട്ടെ. ഇപ്പൊ ഇനി മരണ വീട്ടിൽ പോയി വിചാരിക്കാം. മരണ വീട്ടിൽ പോയി കഴിയുമ്പോൾ എന്താണ്, നമുക്ക് ചിലവർക്ക് പേടിയായിരിക്കും, ഭയങ്കര കരച്ചില്, ബഹളം, എപ്പോഴും തന്നെ നോക്കില്ല. പക്ഷെ നമ്മൾ നോക്കിയില്ലെങ്കിൽ പോലും രാത്രി ആവുമ്പോ എന്താണ്, ആ മരണ വീട് ഓർമ്മ വരും. മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ആ മരണ വീട് ഓർമ്മ, അവർക്ക് സ്മെല്ല് തോന്നും, പിന്നെ അവിടെ ആരൊക്കെ വിൽക്കുന്നു തോന്നും. പല രീതിയിൽ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലൊക്കെ കിടക്കുന്നത് ഇങ്ങനെ ചിന്തിച്ചു കൂട്ടും. ആരാണ് ഈ ചിന്തിച്ചു കൂട്ടുന്നത്? നമ്മൾ തന്നെ, നമ്മുടെ മനസ്സാണ് അല്ലെ? നമ്മുടെ മനസ്സാണ് ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ വീടിനപ്പുറത്ത് ഒരു വാഴ നിൽക്കുന്നുണ്ട്. ഒരു വാഴ നിൽക്കണം, വെറുതെ നിൽക്കുന്ന ഒരു വാഴയാണ്. നമ്മൾ ആ വാഴനെ നോക്കി കുറച്ച് നേരം നിന്നിട്ട് വാഴയുടെ പുറകിൽ എന്തോ ഉണ്ട്, വാഴ അനങ്ങുന്നുണ്ട്, വാഴയല്ല അത് നമ്മൾ സമയം തീരുമാനിക്കുകയാണ് അല്ലെ? അവിടെ എന്തോ ഉണ്ടെന്ന് ആരാണ് തീരുമാനിക്കുന്നത്? നമ്മുടെ മനസ്സാണ് തീരുമാനിക്കുന്നത്. സത്യം പറഞ്ഞാൽ അവിടെ ഒന്നും ഉണ്ടാവില്ല അല്ലെ? ആ വാഴയുടെ നിഴലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം അവിടെ വെച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ മനസ്സിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് അതാണ്. എങ്ങനെ വേണമെങ്കിലും ഡൈവേർജന്റ് ആയിട്ട് ചിന്തിക്കാൻ സാധിക്കും. യെസ്, അല്ല, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇപ്പൊ നിങ്ങൾ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പല കാര്യങ്ങളും അവിടെ നിന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കണല്ലേ?
പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും, ചിലപ്പോൾ പല രീതിയിൽ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും, പല കാര്യങ്ങൾ വേറെ എഴുതുന്നതായിരിക്കും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ മാനസികാവസ്ഥ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് തന്നെയാണ് സൈക്കോളജി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ പാരാസൈക്കോളജി എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ഇല്ലാത്തതൊക്കെ ഉള്ളതായിട്ട് തോന്നും അല്ലെ? അമാനുഷികമായിട്ട് എന്തൊക്കെയോ കോൺസെപ്റ്റുകൾ നമുക്ക് ഉണ്ടെന്ന് തോന്നലാണ്. ഒരിക്കലും ഇതാരെങ്കിലും തെളിയിച്ചിട്ടുണ്ടോ? ഇതൊക്കെ സത്യമാണ്, ഈ പ്രേതം ഭൂതം എന്നൊക്കെ ഉള്ളത് സത്യമാണെന്ന് ആരെങ്കിലും തെളിയിച്ചിട്ടുണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. നമ്മളെല്ലാം പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അവിടെ ഞങ്ങൾ ഇങ്ങനെ ഒരു സാധനം കണ്ടു, ഇതുപോലെ തോന്നി, ഇങ്ങനെ മായുന്നത് കണ്ടു എന്നൊക്കെ നമ്മൾ പറയും അല്ലെ? പക്ഷെ അതിലൊന്നും എന്തെങ്കിലും അടിസ്ഥാനപരമായിട്ടുള്ള തെളിവുകൾ എന്തെങ്കിലും കാണിക്കാൻ പറ്റുമോ? ഇല്ല. അത് ഒന്നല്ലെങ്കിൽ മനുഷ്യർ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കി പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് മറ്റുള്ളവരുടെ തോന്നലുകൾ നമ്മൾ സ്ഥാപിച്ചെടുക്കണം, അതാണ് സത്യമെന്ന് സ്ഥാപിച്ചെടുക്കണം. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലെന്നാണ് പല പഠനങ്ങളിലും തെളിയിക്കപ്പെട്ടത്. എന്തോ ഒരു അദൃശ്യ ശക്തി ഉണ്ട് നമുക്ക്, അതിനെ ദൈവം വിശ്വസിച്ച് മുന്നോട്ട് പോകാം, അത് നമുക്ക് പറ്റും അല്ലെ? അല്ലാതെ നിങ്ങൾ ആരെങ്കിലും പ്രയത്നം കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഇല്ല മിസ്സേ. കണ്ടിട്ടില്ല. നമ്മൾ കണ്ടിട്ടില്ലല്ലോ, അപ്പൊ അതില്ല അങ്ങനെ വിശ്വസിക്കുക അല്ലെ? കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയാം. ഇനി കണ്ടാൽ തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? വീഡിയോസിൽ കണ്ടെന്ന പോലെയല്ല, നേരെ കണ്ടു നമ്മള് കണ്ടു എന്ന് വിചാരിച്ചു അത് നമ്മുടെ മനസ്സുകൊണ്ട് തോന്നുന്നു. നമ്മൾ ചിന്തിക്കും, നമ്മൾ പറഞ്ഞില്ലേ വാഴനെ കണ്ടിട്ട് വാഴ അനങ്ങുന്നത് ചിലപ്പോ കാറ്റത്തായിരിക്കും, ചിലപ്പോ കുറച്ച് നേരം ഒരു കാറ്റ് ചെയ്യും, നമ്മള് രാത്രിയിലൊക്കെ ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് കണ്ണുറന്ന് നോക്കി എന്തെങ്കിലുമൊക്കെ രൂപങ്ങൾ ഇങ്ങനെ കാണാലോ. പക്ഷെ ലൈറ്റ് ഇട്ട് അവിടെ ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ നമ്മളെ മനസ്സിന്റെ ഒരു ഇതല്ലേ. മനസ്സിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ആരോ ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നു ചെയ്യുന്നു. മനസ്സിലുള്ള ആരുമില്ല, മനസ്സ് മാത്രമേ ഉള്ളൂ. മനസ്സിൽ ആരുമില്ല, ഇത് തോന്നിപ്പിക്കുകയാണ് അങ്ങനെ ചെയ്യിപ്പിക്കുന്ന ചെയ്യും. നമ്മളെന്ന് വിചാരിച്ചു വാഴയുടെ കൂടെ ആരുണ്ട്, അപ്പൊ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മ ആര് പറഞ്ഞാലും കേട്ടില്ല അല്ലെ? അവരുണ്ട്, ഞാനത് വിശ്വസിച്ചു എന്നുള്ളൊരു മൈൻഡാണ് നമുക്ക് വരുന്നത്. അപ്പൊ ഇതൊക്കെ ആരാണ് ഈ കാണിച്ചു കിട്ടുന്നത്? നമ്മുടെ മൈൻഡാണ്. മൈൻഡിന് പല രീതിയിൽ ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് അല്ലെ? നമുക്ക് ഇവിടെ യൂട്യൂബിലൊക്കെ ഓരോ വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ ടീച്ചർ, ഒക്കെ ഫേക്ക് ആയിരിക്കുമോ? ചിലതൊക്കെ റിയൽ പോലെയൊക്കെ കാണിക്കാറുണ്ടല്ലോ. നിങ്ങൾ ഇനിയും സൈക്കോളജി ഒക്കെ പഠിച്ചിട്ട് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് കേട്ടോ. എനിക്ക് പേഴ്സണലി ഫേക്ക് ആയിട്ടാ തോന്നിയത് ആ വീഡിയോസ് ഒക്കെ കാണുമ്പോ. ഫേക്ക് ആണ്. നമ്മൾക്ക് ഇവിടെ അല്ലെ? നമ്മുടെ മനസ്സുകൊണ്ട് ഇപ്പൊ നമുക്കിപ്പോ ഒരു വീഡിയോസ് കാണുമ്പോ ഒരു പേടിയും തോന്നാറില്ല. പക്ഷെ നമ്മള് ഒരു പ്രേത സിനിമ കാണുകയാണെങ്കിൽ കുറച്ചൊരു പേടി ഉണ്ടാവാറുള്ളൂ. ആ വീഡിയോ എന്താ വെറുതെ മനുഷ്യന്മാരെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് വേണ്ട, ട്രെയിൻ ടിക്കറ്റ് വേണ്ട, മറ്റു യാതൊരുവിധ സൗകര്യങ്ങളും വേണ്ട. അതൊന്നുമില്ലാതെ ഒരു 10 പൈസ ചെലവില്ലാതെ നമുക്ക് ട്രിപ്പ് പോകാൻ പറ്റിയ ആകെ ഒരു സാധനമുള്ളൂ. എന്താണ്? നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സുകൊണ്ട് നമുക്കിപ്പോ UK വരെ പോയിട്ട് തിരിച്ചു വരാൻ പറ്റും അല്ലെ? ചിന്തിച്ചു വരാൻ പറ്റില്ലേ? ഞാൻ UK പോയി UK സ്ഥലങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ നമുക്ക് സ്വമേധയാ ചിന്തിക്കാൻ പറ്റുമോ? എന്താണ്? 6 മണിക്കൂർ ഫ്ലൈറ്റിൽ ഇരുന്നാലും നമുക്ക് 10 മിനിറ്റ് കൊണ്ട് പോയി വരാം. അതെ അതെ, ലോകം മുഴുവൻ ചുറ്റിക്കാണാനുള്ളത് നമ്മുടെ മനസ്സിനുണ്ട്. യെസ്, നിങ്ങളത് വിശ്വസിക്കൂ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാൻ പറ്റും, എന്ത് രീതിയിലും. ഇപ്പൊ വേറൊരു എക്സാമ്പിൾ പറയാം. മനസ്സിനെ പറ്റി പറയുമ്പോഴാണ്. ഇപ്പൊ നിങ്ങള് വൈകുന്നേരം ജോലി കഴിഞ്ഞ് ഹസ്ബൻഡ് വീട്ടിൽ വന്നെന്ന് വിചാരിക്കാം. ആ മനുഷ്യൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് വീട്ടിലിരിക്കാം, വെറുതെ വന്ന് ചിലപ്പോ ഒന്ന് TV ഒക്കെ ഓൺ ചെയ്തിരിക്കും. പക്ഷെ നിങ്ങള് അവിടെ നിന്ന് നിങ്ങൾ ഹസ്ബൻഡിനെ നോക്കുക. ആ മനുഷ്യൻ വന്ന് എന്നൊന്നും നോക്കിയത് പോലും ഇല്ല. എന്നോടൊരു വാക്ക് ചോദിച്ചു, ഞാൻ വൈകുന്നേരം ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിച്ചോ, നമുക്ക് കുട്ടികൾ എന്തേലും ഒന്നും ചോദിച്ചിട്ടില്ല. നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം അല്ലെ? മനസ്സുകൊണ്ട് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെയാണ് ചേട്ടൻ, ഇങ്ങനെയാണ്. പിന്നെ അങ്ങ് ബഹളമൊക്കെ. അത് ആരാണ് ആ പ്രശ്നം ഉണ്ടാകുന്നത്? നമ്മളാണ്. ആ മനുഷ്യനവിടെ ഇന്ന് ശരിയാണ്. ചിലപ്പോ കുറച്ച് കഴിയുമ്പോൾ വന്ന് ചോദിക്കായിരിക്കും. പക്ഷെ ഒന്നും അല്ലാത്ത ഒരു മനുഷ്യനെ ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾ വില്ലത്തികളാണ് ഞാൻ പറഞ്ഞത് അല്ലെ? നമ്മളാണ് കുറെയൊക്കെ പ്രശ്നത്തിന്റെ കാരണക്കാരെ. കുറെയൊക്കെ ആവശ്യമില്ലാതെ ചിന്തിച്ചു കിട്ടും. ഇങ്ങനെ ചിന്തിച്ചിട്ടാണ് കുറെ വീടുകൾ പ്രശ്നത്തിലാവുന്നത്. പക്ഷെ അങ്ങനെ ഒന്നും ചിന്തിക്കാതിരുന്നത് അവിടെ ഒന്നും ഒരു കുഴപ്പമില്ല. അവിടെ വന്നൊന്ന് ഫ്രീ ആയിട്ട് നിങ്ങൾ അങ്ങോട്ട് പോയി സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. പക്ഷെ നമ്മൾ അടുക്കളയിൽ നിൽക്കും. ചേട്ടൻ ഞാൻ വരട്ടെ നിൽക്കും നമ്മള് അല്ലെ? നമ്മളോട് ചോദിക്കട്ടെ, അങ്ങനെയല്ലേ? അതെ അതെ മിസ്സേ, ചില സമയത്തൊക്കെ നമ്മുടെ മനസ്സ്
അതാണ് നമ്മുടെ സൈക്കോളജി. സ്ത്രീകളുടെ വുമൻസിന്റെ സൈക്കോളജി എങ്ങനെയാണ്? കുറച്ചുകൂടി എനിക്ക് ആണുങ്ങൾക്ക് കുറെ ക്ഷമയുണ്ടെന്ന് തോന്നുന്നു അല്ലെ? പക്ഷെ എന്നിട്ട് നമ്മളെ ഒച്ചെടുക്കുമ്പോ അവരിങ്ങനെ വയം പൊളിച്ച് നിൽക്കാൻ കണ്ടിട്ടില്ല. അവരിങ്ങനെ നോക്കിയിരിക്കും. നമ്മൾ വിചാരിക്കും ഞാനും ചെയ്തത് ഞാൻ ഒന്നും നീണ്ടിയിട്ടില്ല, അവർക്ക് പറഞ്ഞിട്ടില്ല, ഇവർക്ക് ഇതെന്താ ഭ്രാന്തെന്ന് വിചാരിക്കും. മിസ്സേ പക്ഷെ പിന്നീട് എല്ലാം കഴിയുമ്പോ പറയും. ആ പിന്നീട് ശരിയാവും. ഛേ, പക്ഷെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇങ്ങനെയാണല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ ചിലപ്പോ നമ്മുടെ മൂഡ് അനുസരിച്ച് നമ്മൾ ആദ്യം ചെയ്തോണ്ട് ഇങ്ങനെ ആയിരിക്കും. എന്റെ വരട്ടെ, എന്നോട് സംസാരിക്കട്ടെ, അങ്ങനെ ചെറിയ 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 വൃത്തിക്കേടുകളൊക്കെ ഉണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല അല്ലെ? പിന്നെ സ്വയം ഉള്ളിലേക്ക് ഒന്ന് ആദരിച്ചു വെക്കുക. തല്ലി പിടിക്കാനല്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണ് അല്ലെ? അത് നമ്മളുടെ ഉള്ളിൽ ഒരുപാട് സ്നേഹം ഉള്ളതുകൊണ്ട് തന്നെയാണ്. നമുക്ക് അവരോടല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവരോട് കാണിക്കും. നന്നായിട്ട് അങ്ങ് കാണിച്ചത്, അതാണ് പ്രശ്നം. പക്ഷെ അത് കുറച്ച് കൊല്ലം കഴിഞ്ഞാൽ അതൊക്കെ മാറിയെന്ന് തോന്നുന്നു മിസ്സേ. എനിക്ക് കല്യാണം കഴിഞ്ഞ അവസരമൊക്കെ അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഒരു ഫ്ലാറ്റിൽ ഇരിക്കുന്ന, അവര് ജോലിക്ക് പോകുന്ന പല ആൾക്കാരെയും കണ്ട് നമ്മൾ ഈ നാട്ടിൽ പിന്നെ എക്സ്പീരിയൻസ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഓക്കെ ആയിരിക്കും. അങ്ങനെ ഓക്കെയാണ്. നമ്മൾ അവരോട് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ആവുമ്പോ അത് അങ്ങോട്ട് മാറും. അല്ലാത്തവരുണ്ട്. പിന്നെ കുറച്ച് പേരുണ്ട്. ഞാൻ എനിക്ക് 80 പറഞ്ഞപ്പോ ഉണ്ടല്ലോ, അത് ഭൂരിഭാഗം ഇങ്ങനത്തെ പിള്ളേരായിരുന്നു എല്ലാവരും. എന്റെ ടീച്ചർ ഇത് മുഖത്ത് നോക്കി സത്യം പറയലായിരുന്നു. അങ്ങനെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. മാറി. പക്ഷേ ഫ്രണ്ടിന്റെ ഒരു ഇത് പറയാണ് മിസ്സേ, അവരുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് വരുന്ന നേരത്ത് വൈഫ് ഫുൾ ആളിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തില്ലെങ്കിൽ ഹസ്ബൻഡിന് ദേഷ്യം വരും. അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. പക്ഷെ ആണുങ്ങള് കുറച്ച് കഴിഞ്ഞാൽ മാറണ ഇതൊന്നുമില്ല. പിന്നെ കുറെ കഴിയുമ്പോ മടുത്തിട്ട് വിട്ട് കളയണവരുണ്ടാവും. ഓക്കെ, യെസ്. നമ്മളൊക്കെ പാരാസൈക്കോളജി പറഞ്ഞിട്ടാണ് ഇവിടം വരെ എത്തിയത് കേട്ടോ. അപ്പൊ ഇനി നിങ്ങൾ വിശ്വസിക്കുന്ന മാനസികമായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന്? ഇല്ല, അതൊക്കെ നമ്മുടെ തോന്നലാണെന്ന് വിചാരിച്ചാൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ വിചാരിക്കാൻ പറ്റണം. ഇതൊക്കെ പറഞ്ഞിട്ട് രാത്രി ഒന്നും പേടിക്കുകയും ചെയ്തേട്ടാ. അങ്ങനെ പേടിയൊന്നുമില്ലല്ലോ ടീച്ചറെ? ഇല്ല. യെസ്. അപ്പൊ പാരാസൈക്കോളജി. പിന്നെ എന്താണ് അടുത്ത ബ്രാഞ്ച് പറയുന്നത്? കോഗ്നിറ്റീവ് സൈക്കോളജി. ഇതിൽ ഏതെങ്കിലും പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? കോഗ്നിറ്റീവ് സൈക്കോളജി, വൈജ്ഞാനിക മനഃശാസ്ത്രം പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. ഒരേ ഒരു ചെറിയ ഭാഗം അല്ലെ? വളരെ ചെറിയൊരു ഭാഗം കൊണ്ടല്ല പഠിച്ചത്. കോഗ്നിറ്റീവ് സൈക്കോളജി വലിയ വൈഡായ ടോപ്പിക്കാണ്. അതിലൊരു ഭാഗങ്ങളും പഠിക്കാൻ പറ്റി അല്ലെ? ഒരു ഭാഗം ടെക്സ്റ്റ് ഉണ്ടായാലും പക്ഷെ 2 തിയറീസ് പഠിപ്പിച്ച് നമുക്ക് ടീച്ചറാണ്. യെസ്. Then genetic psychology. അടുത്ത ബ്രാഞ്ച് genetic psychology. Genetic psychology പാരമ്പര്യ മനഃശാസ്ത്രം അല്ലെ? Genetic psychology. പ്യുവർ സൈക്കോളജിയുടെ ബാക്കിയല്ലേ ഇപ്പൊ ഈ പറഞ്ഞ? അതെ. Parapsychology, cognitive psychology, genetic psychology. Last one. Experimental psychology. പരീക്ഷണ മനഃശാസ്ത്രം. Experimental psychology. പരീക്ഷണ മനഃശാസ്ത്രം. ഇപ്പൊ പ്യൂർ സൈക്കോളജിയിൽ വരുന്ന ഏതൊക്കെയാണെന്നൊന്ന് പറയാം. ജനറൽ സൈക്കോളജി, ഫിസിയോളജിക്കൽ സൈക്കോളജി, ഡെവലപ്മെന്റൽ സൈക്കോളജി, ചൈൽഡ് സൈക്കോളജി. ചൈൽഡ് സൈക്കോളജി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കുറച്ച് അല്ലെ? കുറച്ച് ഭാഗങ്ങൾ പഠിച്ചിട്ടുണ്ട് ചൈൽഡ് സൈക്കോളജിയിലെ. അതെ. യെസ്. അബ്നോർമൽ സൈക്കോളജി, സോഷ്യൽ സൈക്കോളജി, പാരാസൈക്കോളജി, കോഗ്നിറ്റീവ് സൈക്കോളജി, ജനറ്റിക് സൈക്കോളജി ആൻഡ് എക്സ്പീരിമെന്റൽ സൈക്കോളജി. BLT നമ്മൾ പഠിച്ചിട്ടുള്ളത്. യെസ്. മിസ്റ്റർ പാരാസൈക്കോളജി കഴിഞ്ഞിട്ടേതാ? പാരാസൈക്കോളജി കോഗ്നിറ്റീവ് സൈക്കോളജി. വൈജ്ഞാനിക മനഃശാസ്ത്രം. അപ്പോ പ്യൂർ സൈക്കോളജി അണ്ടറിൽ വരുന്നതാണ് അല്ലെ? അണ്ടറിൽ വരുന്ന മറ്റ് തിയറീസുകളാണ്, സൈക്കോളജി ബ്രാഞ്ചസുകളാണ് ഇതെല്ലാം. ഇനി നമ്മൾ നോക്കുന്നത്
അപ്ലൈഡ് സൈക്കോളജിയിൽ വരുന്നത് ഏതൊക്കെയാണ്? അപ്ലൈഡ് സൈക്കോളജി. അപ്ലൈഡ് സൈക്കോളജിയിലെ ഫസ്റ്റ് ടോപ്പിക് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ബ്രാഞ്ച് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതായിരിക്കും അപ്ലൈഡ് സൈക്കോളജിയിലെ? എഡ്യൂക്കേഷണൽ സൈക്കോളജി. എഡ്യൂക്കേഷണൽ സൈക്കോളജി, വിദ്യാഭ്യാസ മനഃശാസ്ത്രം. Then education psychology, clinical psychology, clinical psychology, clinical psychology അഥവാ ചികിത്സാ മനഃശാസ്ത്രം. ക്ലിനിക്കൽ സൈക്കോളജി ആരായിരിക്കും പഠിക്കുന്നത്? ക്ലിനിക്കൽ സൈക്കോളജി സൈക്കോളജിസ്റ്റുകളോ? സൈക്കോളജിസ്റ്റുകൾ, ഡോക്ടർമാരൊക്കെ. നഴ്സുമാരായിരിക്കും. ആയിരിക്കും ക്ലിനിക്കൽ സൈക്കോളജി പഠിക്കുന്നത് അല്ലേ? ഓക്കെ. സീനിയർ ഓഫീഷ്യൽസ്, ഡോക്ടേഴ്സ് അവരാണ് പഠിക്കുന്നത്. ഇനി ഇൻഡസ്ട്രിയൽ സൈക്കോളജി. ഇൻഡസ്ട്രിയൽ സൈക്കോളജി, ഇൻഡസ്ട്രിയൽ വ്യാവസായിക മനഃശാസ്ത്രം. INDUSTRIAL ഇൻഡസ്ട്രിയൽ സൈക്കോളജി, വ്യാവസായിക മനഃശാസ്ത്രം. Then counseling psychology, counseling psychology, counseling psychology, counseling psychology. Then military psychology, military psychology, സൈനിക മനഃശാസ്ത്രം. മിലിറ്ററി സൈക്കോളജി ഇതാരായിരിക്കും പഠിക്കുന്നത്? മിലിറ്ററി സൈക്കോളജി സോൾജേഴ്സ് ആണ് മിലിറ്ററി സൈക്കോളജി പഠിക്കുന്നത്. Then political psychology, political psychology, political psychology, രാഷ്ട്രീയ മനഃശാസ്ത്രം. Then last one, criminal. ഓരോന്ന് സ്ലാഷ് ഇട്ട് എഴുതണേ. സ്ലാഷ് അറിയാലോ ഇടാൻ? ശരി, അറിയാം. യെസ്. ക്രിമിനൽ സ്ലാഷ് ലീഗൽ, ക്രിമിനൽ ലീഗൽ ഫോറൻസിക് സൈക്കോളജി, ക്രിമിനൽ ലീഗൽ ഫോറൻസിക് സൈക്കോളജി. ക്രിമിനൽ ലീഗൽ ഫോറൻസിക് സൈക്കോളജി എന്താണ്? കുറ്റകൃത്യ മനഃശാസ്ത്രം അല്ലെ? കുറ്റകൃത്യ മനഃശാസ്ത്രം. അപ്പോ അപ്ലൈഡ് സൈക്കോളജിയുടെ കീഴിൽ വരുന്ന മറ്റ് ശാസ്ത്രശാഖകളാണ് ഏതൊക്കെയാണ്? Educational psychology, clinical psychology, physical psychology, counseling psychology, political psychology, criminal legal ഇപ്പൊ തന്നെ പേരുകൾ മനസ്സിലായിട്ടുണ്ടാവും ഏതിലാണ് വരുന്നത്. ഓക്കെ. ഇപ്പൊ നമ്മള് ഈ ഫോറൻസിക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അവര് അപ്ലൈഡില് ഫോറൻസിക് സൈക്കോളജി എന്ന് പറഞ്ഞ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അവര് പഠിക്കുന്നത് അത് എങ്ങനെയാണ് അവർ കേസ് കണ്ടുപിടിക്കുന്നത്? അതായത് അവർ ഈ സൈക്കോളജി പഠിച്ചത് കൊണ്ട് തന്നെ, ഫോറൻസിക് മനഃശാസ്ത്രം പഠിച്ചതിനാൽ തന്നെ അവർക്കറിയാം ഒരാളുടെ ബിഹേവിയർ എങ്ങനെയായിരിക്കും. അപ്പൊ നമ്മൾ ചില കേസ് സിനിമയിൽ കണ്ടിട്ടില്ല ഇങ്ങനെ. ഇപ്പൊ ഒരു കാര്യത്തെ പറ്റി, ഒരു കേസുമായി ബന്ധപ്പെട്ട ഈ വ്യക്തിയെ കാണാൻ പോവാണ് നമ്മൾ അല്ലെ? കാണാൻ പോകുന്ന സമയത്ത് ഇയാൾ ചിന്തിക്കും, ഇയാളുടെ ഇപ്പൊ നേരെ നോക്കുന്നില്ല. ആള് നേരെ നോക്കുന്നില്ലെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് അയാൾ നേരെ നോക്കാത്തത്. ക്രൈം ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. ഇനി അയാളുടെ ഫിംഗറിന്റെ മൂവ്മെന്റ്സ് വ്യത്യാസം ഉണ്ടാവും അല്ലെ? അല്ലെങ്കിൽ ക്രൈം ചെയ്തതിന്റെ എന്തെങ്കിലും തരത്തിലുള്ള അടയാളങ്ങൾ ഉണ്ടാവും. അപ്പൊ അവർ കണക്റ്റഡ് ആയിട്ട് നോക്കും. അപ്പൊ നമുക്കറിയാം അവർ ഏതൊക്കെ രീതി, അവരുടെ ബോഡി ലാംഗ്വേജിൽ വരുന്ന ചേഞ്ചസ് എങ്ങനെയായിരിക്കും എന്ന് ഇവർ പഠിച്ചിട്ടുണ്ട്. അതാണ് ഫോറൻസിക് സൈക്കോളജിയിൽ അവർ പഠിക്കുന്നത്. ഓക്കെ. ബോഡിയിലെ മൂവ്മെന്റ്സുകൾ, അല്ലെങ്കിൽ ശബ്ദത്തിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങൾ, അല്ലെങ്കിൽ എന്താണ് തൊണ്ടയിൽ വരെ വരുന്ന വേരിയേഷൻസ്,
തൊണ്ടയിൽ എന്ത് വേരിയേഷൻസ് ആണ്? ഇപ്പൊ ടെൻസ്ഡ് ആണെങ്കിൽ നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. ടെൻസ്ഡ് ആയി കഴിഞ്ഞാൽ ഇവിടെ എന്ത് ഫീലിംഗ് ആണ് കാണുന്നത്? ഇപ്പൊ ഉമിനീര് കടിച്ച് നമുക്ക് ഇറക്കുന്നത് കണ്ടിട്ടില്ലേ ചിലവരെ? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. നന്നായിട്ട് സ്വെറ്റ് ചെയ്യും, നന്നായിട്ട് സ്വെറ്റ് ചെയ്യും. ചിലർക്ക് തളർച്ച തോന്നും, ചിലരുടെ ബോഡിയിൽ തളർച്ച തോന്നും. അപ്പൊ അങ്ങനെ ഫിസിക്കൽ ഫീച്ചർ കുറെ കാര്യങ്ങൾ അവർക്ക് ഇങ്ങനെ നോട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അയാൾ എങ്ങനെ ചിന്തിക്കുന്നു. ഇപ്പൊ ഒരു കുട്ടിയെയാണ് കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടിയെ കൊല്ലാൻ ഉള്ള മോട്ടീവ് എന്താണ്, അല്ലെങ്കിൽ ഇയാൾ ഈ സ്ഥലത്ത് നിന്ന് ആ സ്ഥലത്തേക്കായിരിക്കും പോയിരിക്കുന്നത്, അവിടെ ചെന്നാൽ ഈ കാര്യമായിരിക്കും ചെയ്യുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ അയാൾ ഇതായിരിക്കും നോക്കുന്നത് എന്നൊക്കെ ചിന്തിക്കാനായിട്ട് ഇവർക്ക് കഴിയുന്നത് എന്തുകൊണ്ടാണ് അവരെ ഫോറൻസിക് മനഃശാസ്ത്രം അല്ലെ, ആ സൈക്കോളജിയിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ ഒരു ക്രൈം ചെയ്യുന്ന സമയത്ത് ഒരു വ്യക്തി ഒരു പേഴ്സൺ എങ്ങനെയൊക്കെ ചിന്തിക്കുന്നു, എങ്ങനെ ബിഹേവിയർ ചെയ്യുന്നു, ഏത് രീതിയിൽ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ, പ്രത്യേകിച്ച് റൂട്ട് കേസുകൾ എന്താണ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ക്രിമിനൽസിന്റെ സ്വഭാവം എങ്ങനെയാണെന്ന്. അപ്പൊ സിനിമയിൽ അവർ വളരെ രസകരമായിട്ട് നമുക്ക് ട്വിസ്റ്റഡ് ആയിരിക്കും, ഇയാള് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് നമ്മൾ ചിന്തിച്ചു. പക്ഷെ എന്തുകൊണ്ടാണ് അവർക്കറിയാം ഇന്ന മെത്തേഡിലായിരിക്കും അയാള്. അപ്പൊ അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ ചില കാറ്റഗറി പെടുന്ന കുറെ ക്രൈം കുറ്റവാളികൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കുറ്റവാളികൾ നമുക്ക് പെട്ടെന്ന് സ്പെസിഫൈ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് അവര് ഫോറൻസിക്കിലുള്ള കേസുകൾ തെളിയിക്കപ്പെടുന്നത്. ഈ പടങ്ങളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ക്രൈം ത്രില്ലറൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. അപ്പൊ അവര് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് അവർ ക്രൈം ത്രില്ലർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ക്രൈം ത്രില്ലർ കാണാൻ. ഭയങ്കര ട്വിസ്റ്റിംഗ് ആയിരിക്കും അല്ലെ, അതായത് ക്രൈം ചെയ്യാനല്ല, അവരെ അന്വേഷണ രീതി ഭയങ്കരമായിട്ട് മിസ്റ്ററി കണ്ടുപിടിക്കാൻ നല്ല രസമാണ് അല്ലെ. അത് സൈക്കോളജിയാണ് അല്ലെ. ക്രിമിനൽസിന്റെ ബിഹേവിയർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മളൊക്കെ പഠിച്ചിരിക്കേണ്ട ഏറ്റവും കൂടുതൽ എന്താണ് ഫോറൻസിക് സൈക്കോളജി തന്നെയാണെന്ന് തോന്നുന്നത്. ഇപ്പൊ അങ്ങനത്തെ ഒരു യുഗമാണ് നമുക്ക്. എന്നും കൊലപാതകങ്ങളാണ്, എന്നും ഉപദ്രവങ്ങളും ആക്രമണങ്ങളും തന്നെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളും സാധാരണക്കാർക്കും പഠിക്കാൻ പറ്റണം. ഓരോരുത്തരുടെ ബിഹേവിയർ എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ ആ ഒരു കപ്പാസിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെ കുറെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അങ്ങനത്തെ കൂടെ ഒരു അവയർനെസ് നമുക്കും കൂടി നമ്മുടെ സമൂഹത്തിൽ അത് കിട്ടേണ്ടതാണ്. അപ്പൊ അത് അന്വേഷിക്കുന്ന ആൾക്കാർ മാത്രമല്ല അത് കൈകാര്യം ചെയ്യേണ്ടത്, അല്ലാത്തവർക്കും കൂടെ അതിനെ കുറിച്ചിട്ടുള്ള അവയർനെസ് കിട്ടാനും നല്ലതല്ലേ. നമുക്ക് ഒരുപാട് ക്രൈംസ് ഒക്കെ ചിലപ്പോൾ ഒഴിവാക്കാൻ പറ്റും, കുറെ പേരൊക്കെ രക്ഷപ്പെടാനൊക്കെ അത് സാധിച്ചിരിക്കും. ആലോചിച്ചിട്ട് ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അതെ, ഒരാളുടെ പെരുമാറ്റം കണ്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ആ സിറ്റുവേഷൻ സ്കിപ്പ് ചെയ്യാനൊക്കെ പറ്റും. യെസ്. എന്തായാലും നെക്സ്റ്റ് ടൈം ചെയ്യുന്ന നെക്സ്റ്റ് മൂവ്മെന്റിൽ അയാൾ എന്ത് ചെയ്യും നമുക്ക് പ്രൊഡിക്ട് ചെയ്യാനൊരു ഏകദേശം കുറച്ച് സമയമെങ്കിലും കിട്ടും. അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമെന്നെങ്കിലും നമുക്കത് അറിയാൻ പറ്റും. എന്തെങ്കിലും ബേസിക് എങ്കിലും പഠിച്ചിരിക്കും അല്ലെ. ഫോറൻസിക് സൈക്കോളജി എന്താണെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ നിങ്ങൾ വെറുതെ ഇരിക്കണം, അതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തൊക്കെ ഒന്ന് പഠിക്കാനായിട്ട് നോക്കും. നല്ല രസമാണ് സൈക്കോളജി പഠിക്കാനായിട്ട്. അങ്ങനെ വളരെ ക്യൂരിയോസിറ്റി തോന്നുന്ന സബ്ജക്റ്റിന്റെ പ്രത്യേകത അതാണ് കേട്ടോ. എന്താണ് ഇത്? ഇനിയിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ അപ്ലൈഡ് സൈക്കോളജി പ്യുവർ സൈക്കോളജി ഇവിടെ അവസാനിക്കുന്നില്ല. ഇത് ചെറിയൊരു ഭാഗം ഇപ്പോഴും നിങ്ങൾ ബേസിക് മാത്രമാണ് പഠിച്ചേക്കണം കേട്ടോ. ഇനി ഇതിന്റെ കീഴിൽ ഒരുപാട് ബ്രാഞ്ചസ് വരുന്നുണ്ട്, ഒരുപാട് രീതിയിൽ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ സെർച്ച് ചെയ്ത് വേണമെങ്കിൽ നോക്കിയാൽ അറിയാം, ഒരുപാട് ബ്രാഞ്ചസ് ഇനിയും വരുന്നുണ്ട്. അപ്പൊ നിങ്ങളൊരു ടീച്ചർ ആവാൻ പോകുന്ന നിലയിൽ അത്യാവശ്യം കാര്യങ്ങളെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ. ബേസിക് ആയിട്ട് സൈക്കോളജി എന്താണെന്ന് മാത്രം പഠിച്ചിട്ട് പോകാറില്ല. ഇങ്ങനെ ബ്രാഞ്ചുകൾ ഉൾപ്പെടുത്തുന്നത് ഡിഫറെന്റ് ടൈപ്സ് മെയിൻ ബ്രാഞ്ചിന്റെ കീഴിൽ പല രീതിയിൽ സൈക്കോളജിസ്റ്റ് വരുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഒരിക്കലും ഒരു ചോദ്യത്തിന് മുമ്പിൽ എനിക്ക് അറിയില്ല എന്നുള്ള രീതിയിൽ ഒരിക്കലും നിങ്ങൾ നിന്ന് പോകരുത്. ഓക്കെ, യെസ്. അപ്പോ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? മനസ്സിലായോ? രണ്ട് ടൈപ്സ് ബ്രാഞ്ചസ് എങ്ങനെയുണ്ടെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? നോട്ട് എഴുതി വെച്ചാൽ പോരാ, പഠിച്ചു വെക്കണം കേട്ടോ. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇടും. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ തന്നെ ഇടുള്ളൂ കേട്ടോ, വെളിയൊന്നും വേണം. അപ്പൊ അത് പഠിക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണ്. അന്നത് മിസ്സായി പോയതാണ്. ബാക്കി എല്ലാ ക്ലാസ്സിലും നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് കുറച്ച് പേരാണ് ക്ലാസ്സിൽ കയറിയത്, 30 പേരുള്ളൂ. ഇത്രയും പേരുണ്ടാവുള്ളൂ. ഇന്ന് എന്തോ ഭാഗ്യത്തിന് ഇത്ര ഉണ്ട് മിസ്സേ. അപ്പൊ
ഇപ്പൊ വേറൊരു കാര്യം പറയട്ടെ, ഇനിയിപ്പോ ഇതേപോലെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ തോന്നലുകളോ ബുദ്ധിമുട്ടുകളോ വന്നു കഴിഞ്ഞാല് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. അതവിടെ ഒന്നുമില്ല, അവിടെ എന്ത് തോന്നലാണ് ആ സമയം ആ സ്ഥലത്ത് നിന്നോട് പോന്നാ മതി, അവിടെ നിൽക്കാൻ നിൽക്കണ്ട കേട്ടോ. അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. അപ്പൊ പേടിയൊന്നും ഉണ്ടാവില്ല, പേടിയുള്ളവരാണെങ്കിൽ. ചിലവർക്ക് ഉണ്ട് ഒരു മുറിയിൽ അപ്പുറത്തെ മുറിയിലേക്ക് പോകാൻ പേടിയുള്ളവരുണ്ട്. നിങ്ങൾ എന്താ കാറ്റഗറിയിൽ? എനിക്ക് ആദ്യം അങ്ങനെ ഉണ്ടായിരുന്നു ടീച്ചറെ. ഇപ്പൊ ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു വീട്ടിലാണ് 2 ചെറിയ കുട്ടികളെയും കൊണ്ട് നിൽക്കുന്നത്. ഓക്കെ, ഒന്നുമില്ല, ജസ്റ്റ് ധൈര്യമായിട്ടിരിക്കുക. ഇവിടെ വേറെ ഒരു വേണ്ടാത്ത ശക്തികളൊന്നുമില്ല കേട്ടോ. ഉണ്ടെങ്കിൽ തന്നെ ഏറ്റവും ഉപദ്രവമുള്ള ആരാണെന്ന് അറിയാലോ, മനുഷ്യർ തന്നെയാണ്. മനുഷ്യർ തന്നെയാണ്. മനുഷ്യർ തന്നെയാണ്, അല്ലാതെ വേറെ ശക്തികളൊന്നും നമ്മളൊന്നും ചെയ്യില്ല. അവർ വേണ്ടി പ്രൊട്ടക്ട് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അതൊരു ഈശ്വരനല്ലേ വിശ്വസിക്കുന്നത്. നല്ലത് നടക്കുന്നതിന് ഈശ്വരനെ മാത്രം പ്രാർത്ഥിക്കുന്നു. ആ ഒരു ഇതുണ്ടെന്ന് എപ്പോഴും വിശ്വസിക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. വേറെ ഒന്നും ഇല്ലാന്ന് ചിന്തിക്കാനായിട്ട് തോന്നട്ടെ. കുട്ടികൾക്ക് അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കുക. വേറെ ഒരു ദുർമന്ത്രവാദ ശക്തികളൊന്നും നമ്മുടെ ലോകത്തിലില്ല, അങ്ങനെ വിശ്വസിക്കുക. അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവരാണെങ്കിലേ മിസ്സേ, ഞങ്ങളെ ഫ്ലാറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനടി ഓടും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സോഫയിൽ ആരോ ഇരിക്കുന്ന പോലെ തോന്നും. നമ്മളെ ശബ്ദം ഉണ്ടല്ലോ, അതെന്ന് വെച്ചാൽ ഇവിടെ ഒന്നും വെന്റിലേഷൻ ഉണ്ടാവില്ലല്ലോ, AC ആയതുകൊണ്ട്. അപ്പൊ ഭയങ്കര കംപ്രസ്ഡ് ആയിരിക്കുമല്ലോ റൂമുകളൊക്കെ. അപ്പൊ ഇങ്ങനെ എയർ പാസ് ചെയ്യുമ്പോ ഇങ്ങനെ ചൂളം കുത്തണ പോലത്തെ ശബ്ദം വരും. ബാത്റൂമിന്റെ അടിയിലത്തൊക്കെ എയർ, അതിലെയാണ് വെന്റിലേഷൻ ഉള്ളത്. അപ്പൊ അതിലേക്ക് സൗണ്ട് വരും. അപ്പൊ ആദ്യമൊക്കെ ഞാൻ താമസിക്കും, ഇവിടെ ആരും ഉണ്ടല്ലോ, പരതട ശബ്ദം എന്തൊക്കെയോ വിചാരിച്ചു ഇവിടെ ആരോ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചു അല്ലേ? പിന്നെയാണ് എനിക്ക് മനസ്സിലായേ ഇതാണ് സംഭവം. ബെഡ് ഇങ്ങനെ അമരുന്ന ഒരാൾ ഇരിക്കുമ്പോ ഒരു സൗണ്ട് ഉണ്ടാവല്ലോ, ആ ശബ്ദങ്ങള് സോഫയില്. ഇപ്പൊ ഇങ്ങനെയൊക്കെ പേടിക്കുന്നവരാ ഇങ്ങോട്ട് വന്നേന്നുണ്ടെങ്കിൽ അപ്പൊ ഓടിപ്പോവും. ഏകദേശം എന്തെങ്കിലും ഒരു പേടി കുറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക്? ക്ലാസ് കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ. ഒന്നുമില്ല, നമ്മൾ വിശ്വസിച്ചാൽ ഒന്നുമില്ല, അത്രേ ഉള്ളൂ. നമ്മളത് വിശ്വസിച്ചാൽ മതി. നമ്മൾ പക്ഷെ വിശ്വസിക്കില്ല, അതാണ് നമ്മുടെ സംസ്കാരം. അങ്ങനെയൊക്കെ ആയിപ്പോയി. കുറെയൊക്കെ നിങ്ങൾ നമ്മളെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിട്ടുണ്ട് പല കാര്യങ്ങളും. പാരന്റ്സ് ആയിക്കോട്ടെ, വീട്ടുകാരായിക്കോട്ടെ, സൊസൈറ്റി ആയിക്കോട്ടെ. അങ്ങനെയാണ് ട്ടാ, ഇങ്ങനെയാണ് ട്ടാ, അത് ചെയ്താ ഇവിടെ ഞങ്ങളൊരു ഫ്രണ്ട് ഇല്ലേ മിസ്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ റൂമിൽ സൗണ്ട് ഒക്കെ ഉണ്ടാവുന്ന. അപ്പൊ ആള് വിശ്വസിച്ചിരിക്കുന്നത് ആളുടെ മരണപ്പെട്ടു പോയ അച്ഛന് റൂമിലുണ്ട്. അപ്പൊ ആളുടെ മൊബൈൽ കാണാണ്ടായ അപ്പൊ മൂപ്പര് ചോദിക്കും, അച്ഛൻ എനിക്കൊന്ന് അത് എടുത്തു തരുമോന്ന്. അപ്പളേക്കും മൂപ്പര് നടക്കുമ്പോ ആ മൊബൈല് മൂപ്പര് കാണും. സ്വാഭാവികമായിട്ട് നമ്മളായാലും കാണും തെരഞ്ഞു കഴിഞ്ഞാ. പക്ഷെ മൂപ്പര് അങ്ങനെയാണ് അതിനെ വിശ്വസിച്ചിരിക്കുന്നത്. ഭയങ്കര ഇതാണ്. എന്ത് സാധനം പോലും അത് അച്ഛൻ മാറ്റിവെച്ചു, അല്ലെങ്കിൽ അച്ഛന് കൂടെ, അങ്ങനെയാണ്. നമ്മളെ അച്ഛനൊക്കെ നല്ലൊരു ഇത് കിട്ടി പോട്ടെ എന്നാണല്ലോ വിശ്വസിക്കുക. പക്ഷെ ആത്മാവിനെ ഇവിടെ പിടിച്ചു നിർത്തുന്ന രീതിയിലുള്ള ഒരു സംസാരമാണ് ആളുടെ. ആള് ഇതിനൊക്കെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ആളാ. ഞങ്ങളുടെ ഇവിടെ മലയുടെ അടുത്താണ് ഈ ഫ്ലാറ്റ്. അച്ഛനെ പേടിക്കുന്നൊന്നുമില്ല, അധികമല്ല പേടിക്കുന്നേ. പുറമെ പോയ അച്ഛനായിരിക്കില്ലല്ലോ. ഇപ്പൊ നമ്മളുടെ ഒക്കെ വീട്ടിൽ വന്ന ആളുടെ അച്ഛനാവില്ലല്ലോ എന്നുള്ള ധാരണയാണ്. മനസ്സിലായോ? നമ്മളേതെങ്കിലും അങ്ങനത്തെ ഹൊറർ മൂവി കണ്ടാലേ അങ്ങനത്തെ പ്രശ്നം കുറച്ച് നേരത്തിനുള്ളൂ. പിന്നെ നമ്മളത് മറന്നു. ആ കണ്ട ഒരു എക്സൈറ്റ്മെന്റിന്റെ ഇതിൽ കുറച്ചു നേരം ആരും ഇങ്ങനെ തോന്നും, പിന്നെ ഇല്ല. ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ രാത്രി ഇപ്പൊ നമ്മൾ ആകാശവേങ്ങളിൽ പ്രേതമൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് രാത്രി ഓർമ്മ വരെയാണെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്നോട് വാൽമീകി ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ സത്യസന്ധമായിട്ടൊന്ന് പറയണം കേട്ടോ. ടീച്ചറെ എനിക്കിങ്ങനെ വന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണം. ഓക്കെ, മുന്നേ അത് വിചാരിച്ചിട്ടുണ്ട്. ഇന്ന് കിടക്കും പിന്നെ അത് ഓർമ്മ വരും. മിസ് പറഞ്ഞ പോലെ വിചാരിച്ചെങ്കിൽ അത് ഓർമ്മ വരും തീർച്ചയായിട്ടും. ഓക്കെ, നമുക്ക് നോക്കാം. യെസ്, ഇപ്പൊ സൈൻ ഔട്ട് ആരാണ്? ഞാനാ ഒരു ചെറിയ റൈംസ് അല്ല. ഓക്കെ. Na na na, I'm so happy, oh so happy, sing with me. Na na na, I'm so happy, oh so happy, sing with me. Clap, clap, clap your hands. Clap, clap, clap your hands. Stomp,
Stomp, stomp your feet. Stomp, stomp, stomp your feet. Swing, swing, swing your arms. Swing, swing, swing your arms. Dance everybody and sing with me. Na, na, na. I'm so happy. Oh, so happy. Sing with me. Na, na, na. I'm so happy. Oh, so happy. Sing with me. Jump, jump, jump around. Touch the sky and touch the ground. Jump, jump, jump around. Touch the sky and touch the ground. Shake, shake, shake your hips. I know a song and goes like this. Na, na, na. I am so happy. Oh, so happy. Sing with me. Thank you. Thank you. Nice, Sophia. Thank you so much. Have a nice day. Thank you, teacher. Thank you, Miss. Thank you.